ഫംഗ്ഷൻ എടുത്തു നോക്കിയാൽ ഒരു നാടൻ പാട്ടില്ലാത്ത പ്രോഗ്രാംസ് വളരെ കുറവാണ്. ഓടപ്പഴം പോലൊരു പെണ്ണിന് വേണ്ടി ഞാൻ കൂടപ്പുഴ ആകെ അലഞ്ഞോനാണ്ടി. ഒരു പാട്ട് പാടിയിട്ട് അത് ഒരു കമന്റ് വന്നതാ, ദൈവത്തിനെ കുറിച്ച് ഇങ്ങനെയൊന്നും പറയാൻ പാടില്ലാന്ന്. ഇതിലിപ്പോൾ ഇത്രയും ഓഡിയൻസിനെ ബേസ് ചെയ്ത അത്രയും ആളുകൾ ഇതൊരു കണ്ണ് ഫുള്ളും ഒരു കലാകാരനിലേക്കോ അല്ലെങ്കിൽ ഒരു കലാരൂപത്തിനെ നോക്കി ഇങ്ങനെ നിൽക്കുമ്പോൾ അവർ തരുന്ന ഒരു എനർജി ഉണ്ട്. പാറമടയിലൊക്കെ കുളിക്കാൻ പോകുന്ന സമയത്ത് നമ്മൾ ഒരു പാട്ട് നമ്മൾ പാടിക്കഴിഞ്ഞാൽ അതിൻ്റെ കറക്റ്റ് ഫീഡ്ബാക്ക് അവിടെ നിന്ന് ഇങ്ങോട്ട് കിട്ടും. നമ്മൾ രണ്ടുപേരും പാടി കഴിഞ്ഞാൽ തിരിച്ച് വന്ന് കേൾക്കുമ്പോഴാണ് അപ്പോഴാണ് നമ്മൾ സ്വയം വിചാരിക്കുന്നത് ഞാൻ പാടിയത് വലിയ കുഴപ്പമില്ല. താരാരം താരേ താരാരം താരേ താരാരം താരേരാ താരാരം താരേ താരാരം താരേ താരാരം താരേരോ. കണ്ടോ നാട്ടാരേ കണ്ടോ എൻ നാട്ടാരേ, ഉണ്ണിടമ്മയെ കണ്ടോരുണ്ടോ? കണ്ടോ നാട്ടാരേ കണ്ടോ എൻ നാട്ടാരേ, ഉണ്ണിടമ്മയെ കണ്ടോരുണ്ടോ? കാലമതി കാലേ കൂരേന്ന് പോയില്ലേ, തിരികെ വന്നപ്പോ കണ്ടില്ലോളെ. കാലമതി കാലേ കൂരേന്ന് പോയില്ലേ, തിരികെ വന്നപ്പോ കണ്ടില്ലോളെ. ഉമ്മ കൊടുക്കാണ്ട് അമ്മിഞ്ഞ കൊടുക്കാണ്ട് കാലം പുലർക്കാലെ പോയാതാണ്. മേലെ കണ്ടത്തിൽ വിത്തേറിയാനായി നേരം പുലർന്നപ്പോ പോയാതാണ്. ഇപ്പോൾ നമ്മൾ നല്ലൊരു നാടൻ പാട്ട് കേട്ടു. നമുക്കറിയാം ഈ നാടൻ പാട്ടുകളെന്ന് പറഞ്ഞാൽ മറ്റ് ഏത് സംഗീതശാഖയും പോലത്തെ ഒരു സംഗീതശാഖയല്ല. ഇതിനെ ഒരു ഗുരുനാഥൻ എന്ന് പറയാനില്ല, പക്ഷേ ചില സ്വാധീനങ്ങളുണ്ടാവും. നമുക്കറിയാം മലയാളിയെ സംബന്ധിച്ചിടത്തോളം ആലാപനം കൊണ്ടും അനുകരണം കൊണ്ടും അഭിനയം കൊണ്ടുമെല്ലാം മലയാളിയുടെ ഹൃദയത്തിൽ ചേക്കേറിയ കലാകാരനാണ് കലാഭവൻ മണി. കലാകാരന്മാരാണ് സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ ആരാധിക്കപ്പെടുന്നവരും ബഹുമാനിക്കപ്പെടുന്നവരും സ്നേഹിക്കപ്പെടുന്നവരും. പക്ഷേ ചിലർക്ക് ഒരു നാടിൻ്റെ അല്ലെങ്കിൽ നാട്ടാരുടെ ഹൃദയത്തിലേക്ക് ചേക്കേറാനുള്ള ഒരു പ്രത്യേക പ്രതിഭയുണ്ടാകും. മണിച്ചേട്ടനാണ് ഒരുപക്ഷെ നാടൻ പാട്ടുകൾക്ക് നമുക്ക് ഒരുപാട് ഗായകന്മാരുണ്ടെങ്കിലും മണിച്ചേട്ടനാണ് നാടൻ പാട്ടുകളെ ഏറ്റവും കൂടുതൽ ജനപ്രിയമാക്കിയതെന്ന് നമുക്ക് തുറന്നു പറയാം. അപ്പോൾ നമുക്കറിയാം മണിച്ചേട്ടൻ്റെ ആ ഒരു ആലാപന ശൈലിയും ആ ഒരു ശബ്ദവും എല്ലാം ഹൃദയത്തിൽ ഏറ്റുവാങ്ങിയ ഒരു വലിയ കലാകാരൻ, നല്ലൊരു ഗായകൻ. നാടൻപാട്ടിൽ കൂടുതൽ അദ്ദേഹം ശ്രദ്ധിക്കുമ്പോഴും മറ്റ് സംഗീത ശാഖകളിലെല്ലാം തൻ്റെ പ്രതിഭ, തൻ്റെ സാന്നിധ്യം തെളിയിച്ച രഞ്ജു ചാലക്കുടിയാണ് നമ്മോടൊപ്പം. രഞ്ജു, നമസ്കാരം. മീഡിയ ഭാരതിലേക്ക് സന്തോഷത്തോടു കൂടി സ്വാഗതം. സുഖല്ലേ? അപ്പോൾ ഞാൻ രഞ്ജു പാടി തുടങ്ങിയപ്പോൾ ഗിഞ്ചറ കയ്യിലെടുത്തതാണ്. ഭയങ്കര ഇഷ്ടമുള്ള മോഡൽ ഇൻസ്ട്രുമെന്റ്. സുഖല്ലേ? നന്നായിട്ട് പോണു. കലാരി ജീവിതം, കുടുംബ ജീവിതം. കുടുംബം ഞാൻ മരടല്ല, പിന്നെ വീട്ടിൽ അച്ഛനുണ്ട്, അമ്മയുണ്ട്, സഹോദരങ്ങളുണ്ട്. അവരൊക്കെ മരടാണ്. ഈ വർഷം എന്തായാലും നോക്കുന്നുണ്ട് മാരീഡ് കാര്യം. ഇങ്ങനെ അല്ല, ഇപ്പൊ ഒരു സ്റ്റാർ വാല്യൂല് നിൽക്കുന്ന സമയല്ലേ, എളുപ്പമല്ലേ പണി? അല്ല, എങ്കിലും ഇപ്പൊ സ്റ്റേജിൽ നല്ലൊരു പ്രസൻസ് ഉണ്ട്. അതെ, ഇപ്പോൾ കൂടുതലും ഇപ്പോൾ ഒത്തിരി ഇപ്പൊ എത്ര ഫംഗ്ഷൻ എടുത്തു നോക്കിയാലും ഒരു നാടൻ പാട്ടില്ലാത്ത പ്രോഗ്രാംസ് വളരെ കുറവാണ്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഇപ്പം കേരളത്തിലാണെങ്കിലും ഇന്ത്യക്ക് പുറത്താണെങ്കിലും നാടൻ പാട്ടിന് ഇപ്പോൾ പ്രത്യേക ഒരു വാല്യൂ എല്ലാവരും കൊടുക്കുന്നുണ്ട്. അതിനൊരു തിരിച്ചറിവിന് ഞങ്ങളെ പോലുള്ള കലാകാരന്മാർക്ക് വഴിയൊരുക്കിയ പ്രിയപ്പെട്ട മണിച്ചേട്ടനാണ് ആദ്യത്തെ മനസ്സിൽ എന്നും. ഈ ഒരു സ്റ്റെപ്പിൽ, ഈ ഒരു സ്റ്റേജിൽ നിന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ കാണുന്നൊരു മുഖം അല്ലേ? അതെ, ആദ്യത്തെ മുഖം. മണിച്ചേട്ടൻ്റെ സ്വാധീനം ഭയങ്കരമായിട്ടില്ലേ? തീർച്ചയായിട്ടും. അത് ഇപ്പം സ്വാധീനം എന്ന് പറഞ്ഞാൽ ഇപ്പം പ്രായഭേദം തന്നെയുള്ള സ്വാധീനമാണ്. അതെ, അതെ, തീർച്ചയായിട്ടും. ചെറിയ കുട്ടിയെന്നോ വലിയ ഒരാളെന്നോ പ്രായമായ ആളെന്നോ ഒന്നുമില്ല. അപ്പം എല്ലാവർക്കും ഒരേപോലെ എന്റർടൈൻമെന്റ് ചെയ്യാവുന്ന ഒരു കാര്യമാണ് അദ്ദേഹം ചെയ്തു വെച്ച് പോയിട്ടുള്ളത്. മണിച്ചേട്ടൻ സ്വാധീനിക്കാത്ത ആരുമില്ല. അങ്ങനത്തെ പ്രായവും
ഒരു വ്യത്യാസങ്ങളും ഇല്ല. ഒരു ബസ്സിൽ യാത്ര ചെയ്യുകയാണെങ്കിലും, ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ കയറാണെങ്കിലും, ഇപ്പോൾ ഒരു കല്യാണ വീട്ടിലാണെങ്കിലും, ആഘോഷങ്ങൾ എവിടെയൊക്കെ ഉണ്ട് അവിടെയൊക്കെ ഒരു മണിച്ചേട്ടൻ്റെ പ്രസൻസ് ഉണ്ട്. തീർച്ചയായിട്ടും ആദർശൊക്കെ എപ്പോഴും പറയാറുണ്ട്, മണിച്ചേട്ടൻ അങ്ങനെ വിയോഗപ്പെട്ടു എന്നങ്ങനെ തോന്നിയിട്ടില്ല. കാരണം പല ആളുകളിലൂടെ അല്ലെങ്കിൽ പല പ്രോഗ്രാമുകളിലൂടെ സിനിമയിലൂടെ ഒക്കെ ഇങ്ങനെ ഇപ്പോഴും ഇങ്ങനെ മണിച്ചേട്ടനുണ്ട്. ഇപ്പോൾ രഞ്ജിത്തിന്റെ പാട്ട് കേട്ടപ്പോൾ രഞ്ജിത്തിന്റെ പാട്ടാണ്, രഞ്ജിത്തിന്റെ ശൈലിയുമാണ്. പക്ഷേ ഇതെന്റെ പാട്ടല്ല, ഇത് ഞാൻ പാടിയത് മണിച്ചേട്ടന്റെ സോങ് തന്നെയാണ്. പക്ഷേ മണിച്ചേട്ടന്റെ പ്രസൻസ് ഇവിടെ വന്നു. അതെന്ന് വെച്ചാൽ മണിച്ചേട്ടൻ പാടിയ ഹിറ്റ് സോങ്ങുകളിൽ ഒരു പാട്ടാണ്. ഇത് എഴുതിയത് സുരേന്ദ്രൻ എന്ന് പറഞ്ഞൊരു ചേട്ടനാണ്. അദ്ദേഹം ഇപ്പം മണിച്ചേട്ടൻ അതുപോലെ തന്നെ വിയോഗം സംഭവിച്ച ഒരാളാണ്. പക്ഷെ നല്ലൊരു എഴുത്തുകാരനായിരുന്നു. ഒത്തിരി കാലങ്ങൾ മണിച്ചേട്ടനെ എഴുതി കൊടുത്തിട്ടുണ്ട്. അതിലേറ്റവും കുറച്ച് ഹൈപ്പായിട്ട് നിൽക്കുന്ന ഒരു പാട്ട് ഇതാണ്. നല്ലൊരു പാട്ടാണ്. ഈ നാടൻ പാട്ടുകൾക്ക് ഏറ്റവും കൂടുതൽ അതിന്റെ സ്ഥായിയായ ഭാവം, അതിന്റെ ഫീൽ അല്ലേ? പിന്നെ അതിന്റെ പിച്ചിങ്, ഹൈ പിച്ച് തന്നെ പിടിച്ചാൽ ആ പാട്ട് ഇങ്ങനെ ഉള്ളിലേക്ക് ചെവി കൂടി കയറി ഹൃദയത്തിലേക്ക് എത്തും. അങ്ങനെ പാടുന്നതല്ല, അത് ആ നേരത്ത് അങ്ങനെ പാടാനാണ് തോന്നുന്നത്. ചില അത് ഇപ്പൊ ഒരു സ്റ്റേജിൽ ഇപ്പൊ ഇത്രയും ഓഡിയൻസിനെ ബേസ് ചെയ്ത അത്രയും ആളുകൾ ഇതൊരു കണ്ണ് ഫുള്ളും ഒരു കലാകാരനിലേക്കോ അല്ലെങ്കിൽ കലാരൂപത്തിനെ നോക്കി ഇങ്ങനെ നിൽക്കുമ്പോൾ അവർ തരുന്ന ഒരു എനർജി ഉണ്ട്. അപ്പൊ അതാണ് നമ്മളെ പാടാൻ ഏറ്റവും കൂടുതൽ സ്ട്രെയിൻ ഉണ്ടല്ലേ. സ്ട്രെയിൻ ഒന്നുമില്ല, അതാണ് നമ്മൾ ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുമ്പോൾ സ്ട്രെയിൻ ഉള്ളൂ. നമ്മൾ ഫ്രീ ആയിട്ട് നിൽക്കുമ്പോൾ നമ്മൾ എങ്ങനെയും സ്റ്റേജിലെ ഓഡിയൻസിന് മുമ്പിൽ എനിക്ക് തോന്നുന്നത് ഈ നാടൻ പാട്ടിന് ഈ ഒരു ശൈലി, ഈ ഹൈ പിച്ച് ശൈലി കിട്ടാൻ കാര്യം നാടൻ പാട്ടുകൾ ഒരു കാലഘട്ടത്തിന്റെ പാട്ടുകളായിരുന്നല്ലോ. അപ്പൊ അതിന് ചില ആചാരങ്ങളായിട്ട് ബന്ധമുണ്ട്, അനുഷ്ഠാനങ്ങളായിട്ടുണ്ട്, കൃഷി. അപ്പൊ ഈ പാടത്തും പറമ്പിലൊക്കെ ജോലി ചെയ്യണവര് ഈ ചിലപ്പോൾ കാള പൂട്ടിക്കൊണ്ടായിരിക്കും പോകുന്നത്, അല്ലെങ്കിൽ കട്ട തല്ലിക്കൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കും. അപ്പൊ ഈ ഓപ്പൺ സ്ഥലമല്ലേ, മൈക്കൊന്നും ഇല്ലല്ലോ. അതാണ്. അപ്പൊ ആ ഞാനത് ശ്രദ്ധിച്ചു നോക്കിയിട്ടുണ്ട്. ഈ പാറമടയിലൊക്കെ കുളിക്കാൻ പോകുന്ന സമയത്ത് നമ്മൾ ഒരു പാട്ട് നമ്മൾ പാടിക്കഴിഞ്ഞാൽ അതിന്റെ കറക്റ്റ് ഫീഡ്ബാക്ക് അവിടെ നിന്ന് ഇങ്ങോട്ട് കിട്ടും. നമ്മൾ രണ്ടുപേരും പാടി കഴിഞ്ഞാൽ തിരിച്ച് വന്ന് കേൾക്കുമ്പോഴാണ് അപ്പോഴാണ് നമ്മൾ സ്വയം വിചാരിക്കുന്നത് ഞാൻ പാടിയത് വലിയ കുഴപ്പമില്ല, മറ്റേത് സ്റ്റുഡിയോന്റെ സെറ്റപ്പ് ഇല്ലല്ലോ. അപ്പൊ നമ്മളപ്പോ അങ്ങനെ പിന്നെ പാടത്തും പറമ്പിലൊക്കെ ജോലി ചെയ്യുന്നവരുടെ ആ ഒരു, എനിക്ക് തോന്നുന്നു അത് ആ പാട്ടിലൂടെ പറയുന്ന ഒരർത്ഥമുണ്ട് പാട്ടിനകത്ത്. എല്ലാ പാട്ടിനും ഒരു ഇമോഷൻ ഉണ്ട്, കണക്ഷൻ ഉണ്ട്. അപ്പൊ നാടൻ പാട്ട് എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതലും വിഷമങ്ങളാണ് പറയാനുള്ളത്, കുറെ വിഷമങ്ങൾ ആണ് പറയാനുള്ളത്. പക്ഷെ അത് നമ്മൾ സ്റ്റേജിൽ അവതരിപ്പിക്കുമ്പോൾ ആൾക്കാരെ ഒന്ന് എൻജോയ് ചെയ്യിപ്പിക്കാൻ വേണ്ടി നമ്മൾ എന്റർടൈൻമെന്റ് ആക്കി ചെയ്യുന്നു. ഒരു തലമുറയുടെ ചില ദുഃഖങ്ങള്, ചില വിഷമങ്ങള്, നഷ്ടങ്ങളെല്ലാം പാട്ടിക്കൂടി പുറത്തു വരികയാണ്. ഇപ്പൊ മണിച്ചേട്ടന്റെ സോങ്സുകൾ എടുത്ത് നോക്കിയാൽ അറിയാൻ പറ്റും. ഹാപ്പി മൂഡുള്ള പാട്ടുണ്ട്, മെലഡിക് ആയിട്ടുള്ള പാട്ടുണ്ട്, റൊമാൻറ്റിക് സോങ്സ് ഉണ്ട്. പക്ഷെ എല്ലാത്തിലും എവിടെയോ ഒരു വിഷമം ഉണ്ടാവും. മണിച്ചേട്ടന്റെ പാട്ടുകളല്ലേ സ്റ്റേജിൽ കൂടുതൽ പാടാറ്? ഞാൻ നിലവിൽ ഇപ്പൊ വർഷങ്ങളായിട്ട് നാടൻ പാട്ട് പാടിയിട്ടാണ് വന്നത്. മണിച്ചേട്ടന്റെ പാട്ടുകൾ നമ്മൾ വളർന്ന സാഹചര്യത്തിലും ചെറുപ്പത്തിലും ഒക്കെ നമ്മളിപ്പോൾ പറയില്ലേ, ഇപ്പം ചെറുപ്പത്തിൽ നമ്മൾ ഒത്തിരി ഗായകരുടെ പാട്ടുകൾ നമ്മൾ കുഞ്ഞുനാളിലൊക്കെ കേൾക്കും. അപ്പം അതിൽ നമുക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഫേവറേറ്റ് ഗായകനുണ്ടാവും. ഇപ്പം കരികര സാറിന് ഇഷ്ടപ്പെടുന്നവരുണ്ട്, അല്ലെങ്കിൽ ദാസേട്ടനെ ഇഷ്ടപ്പെടുന്നവരുണ്ടെന്ന് പറഞ്ഞ പോലെ നാടൻ പാട്ടിൽ ഇപ്പം ഇങ്ങനെ ഒരു സാധാരണ വരികളും പെട്ടെന്ന് മനസ്സിലാവുകയും ചെയ്യും, പെട്ടെന്ന് പറയാനും പാടാനൊക്കെ എളുപ്പമുള്ള ആളുകളിലേക്ക് ജനകീയമായിട്ടുള്ള. അപ്പൊ അത് ആ വോക്കലിനെ ബേസ് ചെയ്തിട്ടാണ് എനിക്ക് മണിച്ചേട്ടനോട് കൂടുതൽ ആരാധന. ഒരു പാട്ട് കൊണ്ട് കേട്ടാലോ? തീർച്ചയായിട്ടും. ഓടപ്പഴം എല്ലാവരും ആഗ്രഹിച്ചിരിക്കുന്ന പാട്ട്. ഓടപ്പഴം സ്റ്റേജിൽ ഒരുപാട് ഷൈൻ ചെയ്തിട്ടുണ്ടല്ലോ. അതൊക്കെ ഭയങ്കര ഹിറ്റായി നിൽക്കുന്ന സമയത്ത് തന്നെ ഒത്തിരി പെർഫോം ചെയ്തിട്ടുള്ള ഒരു പാട്ടാണ്. അത് പാടാം. ഓടപ്പഴം പോലൊരു പെണ്ണിന് വേണ്ടി ഞാൻ കൂടപ്പുഴ ആകെ അലഞ്ഞോ നാണ്ടി. ഓടപ്പഴം പോലൊരു പെണ്ണിന് വേണ്ടി ഞാൻ കൂടപ്പുഴ ആകെ അലഞ്ഞോ നാണ്ടി. ആത്മാർത്ഥമായി ഞാൻ സ്നേഹിച്ച കാരണം എന്നെ പിരിഞ്ഞു നീ പോയില്ലേടി. ആത്മാർത്ഥമായി ഞാൻ സ്നേഹിച്ച കാരണം എന്നെ പിരിഞ്ഞു നീ പോയില്ലേടി. ഇന്നും നിന്റെ വീട്ടിലെ കല്യാണാലങ്കാരം, ഇന്നെന്റെ വീട്ടിലെ കണ്ണീരാണ്ടി. ഓടപ്പഴം പോലൊരു പെണ്ണിന് വേണ്ടി ഞാൻ കൂടപ്പുഴ ആകെ അലഞ്ഞു നാണ്ടി. ശരിക്കും ഈ ഓടപ്പഴം കണ്ടിട്ടുണ്ടോ?
ഓടപ്പഴം എന്ന് പറഞ്ഞപ്പോഴും ഞാൻ പറഞ്ഞു കേട്ടുള്ളൂ. അത് എനിക്ക് തോന്നണേ ഇത് മണിച്ചേട്ടൻ തന്നെ എന്നെ ഡെഫിനേഷൻ കൊടുത്തിട്ടുണ്ട്. കൂടപ്പുഴയിലുള്ള കൂടപ്പുഴ എന്ന് പറഞ്ഞ സ്ഥലം അടുത്തുള്ള സ്ഥലം. അപ്പൊ അവിടെ ഉള്ളൊരു പെണ്ണിനെ സങ്കല്പിച്ചിട്ട് ഒരു സ്വർണത്തിന്റെ കളറുള്ളത് പെണ്ണിനെ കണ്ടപ്പോ അങ്ങനെ ഇമാജിൻ ചെയ്ത് എഴുതിയതാണെന്നാണ്. പെണ്ണിനെ കണ്ടിട്ടുണ്ടല്ലേ? അങ്ങനെ നമ്മള് കുറെ കണ്ടിട്ടുണ്ട്. നമ്മള് ഷോക്ക് പോകുമ്പോ അങ്ങോട്ടും കാണും, ഷോ കഴിഞ്ഞ് ഇങ്ങോട്ടും വരും. അല്ല ഈ സ്ത്രീകളെ കാമുകിമാര് ഉപമിക്കാനായിട്ട് പണ്ടും അല്ലെ ഒരുപാട് പഴങ്ങളിൽ പൂവമ്പഴം ഉപയോഗിച്ചിട്ടുണ്ട്. അല്ല ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചു പാട്ടുകൾ ഏറ്റവും കൂടുതൽ പറഞ്ഞിരിക്കുന്നത് സ്ത്രീകളെയാ. ഇപ്പൊ ഈ പാട്ട് മാത്രല്ല, അതിൽ ഒരു പാട്ടും ഭേദമല്ല, നാടൻ പാട്ടൊന്നും ഒരു ഭേദമില്ല. അതിൽ വളരെ കുറച്ച് പാട്ടുകളേ ഉള്ളൂ നമ്മുടെ വിഭാഗത്തിലുള്ള ആൾക്കാരെ പറ്റിട്ട്. ബാക്കിയുള്ള മിക്കതും പെണ്ണുങ്ങളെ ആണുങ്ങളെ കുറിച്ച് പാട്ടില്ല. പാട്ടുണ്ട് പകല് മുഴുവൻ പണി കിട്ടണ അല്ല, കയ്യിലെടുത്തപ്പോഴത്തേക്കും പാട്ട് തീർന്നും പോയി. അങ്ങനെ ആ പാട്ട്. പിന്നെ അതുപോലെ തന്നെ പക്ഷെ അത് അതിനകത്ത് വലിയ കഷ്ടം. അത് ശരിക്കും പറയുകയാണെങ്കിൽ പകല് മുഴുവൻ പണിയെടുത്തെന്ന് പറയുമ്പോ നമ്മളും സൂഹിക്കും. കിട്ടുന്ന കാശിന് കള്ളിയും കുടിച്ച് എന്റെ മോളെ കഷ്ടത്തിലാക്കല്ലേ വേലായതെന്നല്ലേ പറഞ്ഞേക്കുന്നത്. ചേട്ടന്റെ വരികള് അറുമുഖൻ വെങ്കടേന്ദ്രൻ വലിയൊരു കലാകാരൻ. ഒത്തിരി പാട്ടുകൾ മനുഷ്യനെ എഴുതി കൊടുത്തു. പക്ഷെ അതൊക്കെ വലിയ റിയാലിറ്റി അല്ലല്ലേ? ഒരു സമയത്തൊരു യാഥാർത്ഥ്യം കൂടി അല്ല. കറക്റ്റാണ് കാര്യം പറഞ്ഞത്. അതാ പറഞ്ഞ അതിനകത്തൊരു വിഷമമുണ്ട്. പാട്ട് നമ്മൾ അടിച്ചു പൊളിച്ച് പാടും. ഞാനിപ്പോ അത് ഇമോഷണലായിട്ടും അടിച്ചുപൊളിയായിട്ടും പാടി കാണിച്ചത്. അപ്പൊ നമ്മൾ അടിച്ചുപൊളിയായിട്ട് പാടുമ്പോ പകല് മുഴുവൻ പണി എടുത്ത് കിട്ടണ കാച്ചിന് കള്ളു കുടിച്ച് എന്റെ മോളെ കട്ടത്തിലാക്കല്ല വേല ഇതാ, എന്റെ മോളെ കട്ടത്തിലാക്കല്ല വേല ഇതാ, കെട്ടിയ പെണ്ണിന് കഞ്ഞി കൊടുക്കാൻ പറ്റാത്തോനെന്തിനി പണി ചെയ്തു, കല്യാണം കുട്ടിക്കല്ലല്ലട വേല ഇതാ, കല്യാണം കുട്ടിക്കല്ലല്ലട വേല ഇതാ, പൈറുമണിക്കൊത്തൊരു പെണ്ണ് പാവമ്മേട പാടും വെട്ട്, പൈറുമണിക്കൊത്തൊരു പെണ്ണ് പാവമ്മേട പാടും വെട്ട്, പേക്കോലം പോലാകില്ലട വേല ഇതോ, പേക്കോലം പോലാകില്ലട വേല. ഇത് ഇമോഷണലായിട്ട് പാടാൻ പറ്റും. പകല് മുഴുവൻ പണി എടുത്ത് കിട്ടണ കാച്ചിന് കള്ളും കുടിച്ച് എന്റെ മോളെ കട്ടത്തിലാക്കല്ല വേല ഇതാ. സംഭവം ചില അപേക്ഷിക്കണ എന്റെ കല്യാണം കഴിച്ചുകൊണ്ട് പോയിട്ട് ഇങ്ങനെ ഇത് സംഭവം. അപ്പൊ അതിന് ഒക്കത്തിന്റെ ഒരു ഇമോഷണൽ കണക്ഷൻ ഉണ്ട്. അമ്മായിപ്പന്റെ വേദനയല്ലേ? അമ്മായിപ്പന്റെ വേദന. അപ്പൊ ശരിക്കും ആണുങ്ങൾ രണ്ടുപേരും വന്നു, അമ്മായിപ്പനും വന്നു മരുമാനും വന്നു. ഞാന് കൂടുതൽ ആലോചിച്ചിട്ടുള്ള കാര്യങ്ങള് ഈ കാർഷികമായിട്ട് ബന്ധപ്പെട്ട പാട്ടുകൾ. നമ്മുടെ ഒരു സംസ്കാരമല്ലേ കാർഷിക സംസ്കാരം. അപ്പൊ പഴയ നാടൻ പാട്ടുകൾ എടുക്കുമ്പോൾ കൂടുതലും നമ്മുടെ കൃഷി, അതുപോലെ ഈ കാളപൂട്ട്, കൃഷിയായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് ഘടകങ്ങളുണ്ടല്ലോ, അതൊക്കെ നാടൻ പാട്ടുകളായിട്ട് വന്നിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴത്തെ പാട്ടുകളിൽ അങ്ങനത്തെ പാട്ടുകൾ ഏതെങ്കിലും പാടാറുണ്ടോ സ്റ്റേജില്? പിന്നെ നമ്മളിപ്പം പക്ഷെ ഇതിനകത്ത് ഇപ്പൊ ഒരു തെയ്യാരോ അല്ലെങ്കിൽ ഒരു വായ്ത്താരി ആയിരിക്കും ഉള്ള അങ്ങനെയുള്ള പാട്ടുകൾ. ഇപ്പോഴത്തെ ഒരു ജനറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോറസ് ഉണ്ടെങ്കിൽ പോലും കോറസ് കേൾക്കാനല്ല അവർക്ക് കൂടുതൽ ആഗ്രഹം. റിതം സെക്ഷനും പിന്നെ കുറച്ച് റിതം സെക്ഷൻ കുറച്ചൊരു 6/8-ലോ 4/4-ലോ നന്നായിട്ട് മേക്ക് അത് അപ്പൊ പ്ലേ ചെയ്യുക. അതിൻ്റെ ഒപ്പം ഇത്തിരി ഫാസ്റ്റില് ആൾക്കാരെ എന്റർടൈൻമെന്റ് ആണ് ഏറ്റവും കൂടുതൽ. അപ്പൊ ഇപ്പൊ നമ്മുടെ പ്രിയപ്പെട്ട മൂത്ത് വേടന്റെ പാട്ടുകളിലൂടെ വേടൻ ഉദ്ദേശിക്കുന്നത് ഒത്തിരി കാര്യങ്ങള്, അതിന് ഒരു അർത്ഥങ്ങളുണ്ട് പാട്ടുകളിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഒരു ആഗ്രഹം. അപ്പൊ ഓരോ പാട്ടിനും ഓരോ ശൈലി. ഇപ്പൊ റാപ്പ് എന്ന് പറഞ്ഞ പാട്ടിന് മറ്റൊരു ശൈലിയാണ്, നാടൻ പാട്ട് വേറൊരു ശൈലിയാണ്. നാടൻ പാട്ടിൽ തന്നെ പല വിഭാഗങ്ങളുണ്ട്. ഇപ്പൊ തനത് നാടൻ പാട്ടുണ്ട്, ഗ്രാമീണ പാട്ടുകളുണ്ട്. എനിക്ക് തോന്നുന്നു മണിച്ചേട്ടന്റെ പാട്ടുകൾ ഏറെക്കുറെ ഗ്രാമീണ നാടൻ. തീർച്ചയായിട്ടും. ഇപ്പം തനത് നാടൻ പാട്ട് എന്നൊക്കെ ഞാൻ നമ്മൾ ആദ്യം സ്റ്റേജിലൊക്കെ പ്രോഗ്രാം ചെല്ലുന്ന സമയത്ത് അത് ഞാൻ പല ഇന്റർവ്യൂവിലും ചാനലുകളിലൊക്കെ പാടിയിട്ടുണ്ട്. കേട്ടിട്ടുണ്ടോ? ചേട്ടനും കേട്ടിട്ടുണ്ട്. ആദ്യം പറഞ്ഞ മുത്തപ്പന്മാരെ ഭൂലോ പറഞ്ഞ മുത്തിമാരെ, ഞങ്ങൾക്കറിവുമില്ലേ തിരുവുമില്ലേ, ഞങ്ങൾക്കറിവുമില്ലേ തിരുവുമില്ലേ, 4,42,00,000 ഈശ്വരന്മാർ വന്ന് തുണയായി വന്നിരിക്കണം അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അത്ര ഇതിൽ പാടുന്ന. അത് ശരിക്കും ഇടുക്കി ജില്ലയിലെ ഈ മന്ത്രവാദമായിട്ട് ഒത്തിരി പേര് അതിപ്പോ ഈ അടുത്ത കാലത്ത് ഞങ്ങൾ അന്ന് ഇത് പാടുന്നത്, ഞാൻ അന്ന് വർക്ക് ചെയ്തിരുന്നത് ഏറ്റവും ഇപ്പൊ നാടൻ പാട്ടിലൊക്കെ ഒത്തിരി പോപ്പുലർ ആയിട്ടുള്ള ഒരു ബെസ്റ്റ് ഓഫ് സിംഗർ ഉണ്ട്, പ്രസീത ചാലക്കുടി. പ്രസീതയുടെ ഗ്യാങ്ങിലായിരുന്നു ഞാൻ വർക്ക് ചെയ്തിരുന്നത്. അപ്പൊ അവരുടെ കൂടെ വർക്ക് ചെയ്യുമ്പോഴും ഈ മറ്റേ റോഡ് ഷോ ഒക്കെ ഉണ്ടാവും, അല്ലെങ്കിൽ മെയിൻ നാടൻ പാട്ടുകളുടെ പ്രോഗ്രാംസ് ഉണ്ട്. അപ്പൊ ഇപ്പൊ ഈ പന്തൊക്കെ കത്തിച്ച് ബാക്കില് ഇപ്പൊ നമ്മളിങ്ങനെ ഞാൻ ജസ്റ്റ് കാണിച്ചത്, അതായത് നമ്മള്
ഇതിൽ പാടുന്ന സമയത്ത് നാക്കിലല തണ്ടാന്റെ കള്ള് കൈക്കത്തോ കർമ്മം അറിവില്ല തിരുവില്ല പൈതങ്ങൾ എൻ്റെ അപ്പനപ്പൂപ്പന്മാരെ ഇങ്ങനെ ബാക്കിൽ നിന്ന് ഒരു ഒച്ച വരും, അപ്പുറത്തുനിന്ന് മറ്റേ ഇത് ഇങ്ങനെ ആട്ടും കുരുത്തലൊക്കെ. അപ്പൊ ആ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ ഈ പാട്ട് നമുക്ക് ഭയങ്കര ഒരു തോന്നും. അപ്പൊ ഒറ്റമല അമ്മയ്ക്ക് നാലും കൂട്ടി മുറുക്കാൻ അങ്ങനെയൊക്കെ പറഞ്ഞ് കേൾക്കുമ്പോ നമുക്ക് വല്ല ഒരു ഉള്ളിന്റെ ഉള്ളിൽ നിന്നൊരു നമുക്ക് വരും. അത് എനിക്ക് തോന്നുന്നു ആ പാട്ടിന്റെ വരിയുടെ നമ്മൾ അന്ന് അർത്ഥം ശ്രദ്ധിച്ചിട്ടില്ല. ഇന്നിപ്പോ ഞാനിത് പല ഇതിൽ പാടുമ്പോഴാണ് പലരും എൻ്റെ അടുത്ത് എല്ലാവരും അതിന്റെ ട്യൂൺ അതിന്റെ റിതം എൻജോയ് ചെയ്യുന്നത്. അപ്പൊ ചേട്ടൻ ഇപ്പൊ പറഞ്ഞ പോലെ ഇപ്പൊ ഞാൻ ഈ അടുത്ത പാടിയപ്പോഴാണ് ഇതിങ്ങനെ ഇങ്ങനെ അർത്ഥമുണ്ട് മന്ത്രവാദവുമായി ബന്ധപ്പെട്ട്. അതിലിപ്പോ എന്താ മന്ത്രവാദമായാലും ഇപ്പം സംക്രാന്തി ആയാലും ഓണായാലും എല്ലാവർക്കും ആൾക്കാർ ആഗ്രഹിക്കുന്നത് എന്റർടൈൻമെന്റ് ആണ്, സംഗീതം. അപ്പൊ അതിനകത്ത് ഏത് പാട്ടാണ് ഇപ്പൊ നമ്മളിപ്പോ ശബരിമലയ്ക്ക് മാലിടുമ്പോ മാത്രം അയ്യപ്പന്റെ പാട്ട് പാടണം നിർബന്ധമില്ല, നമുക്ക് തോന്നുമ്പോഴൊക്കെ പാടാലോ എന്ന് പറഞ്ഞ പോലെ. അയ്യപ്പൻ പാട്ടും അല്ലേ, ഒരുപാട് അയ്യപ്പൻ പാട്ട് നാടൻ പാട്ടിന്റെ ഒരു പാറ്റേണിൽ അയ്യപ്പൻ പാട്ട് ഒരുപാട് വന്നിട്ടുണ്ട്. അയ്യപ്പൻ പാട്ട് ഭക്തിഗാനം പാടാറില്ലേ? അയ്യപ്പൻ പാട്ടിൽ ഇപ്പൊ എന്റെ ഏറ്റവും ഞാൻ സംഗീതം ഉണ്ടല്ലോ ശൈലേന്ദ്രൻ എഴുതിയ ഹോളി ഫാമിലി ഓഡിയോസ് ആൻഡ് വീഡിയോസ് എന്ന് പറഞ്ഞാൽ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് തര്യൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പാട്ട് ഇപ്പൊ ഈ അടുത്ത കാലത്ത് ഇറങ്ങിയായിരുന്നു, പമ്പയ്ക്കൊരു മണിമുത്ത് എന്ന് പറഞ്ഞിട്ട്. അതിന്റെ രണ്ടുപേര് പാടാം, അയ്യപ്പന്റെ പാട്ട് ഞാൻ സംഗീതം ചെയ്ത് പാടിയ പാട്ടാണ്. ചാലക്കുടിയാറും കടന്ന് പമ്പയ്ക്കൊരു തീർത്ഥയാത്ര, മണികണ്ഠ മാമലയിൽ ഞാനെത്തി. ഗണനാഥനെ കണ്ടു വണങ്ങി ഒരു കൊട്ട തേങ്ങയുടച്ച്, വഴികാട്ടി ഗണനാഥൻ മണിമാമലയിൽ. എന്നെ ഹരിസുതനം ശിവശങ്കരപുത്ര. ചാലക്കുടിയാറിൽ കടന്ന് പമ്പയ്ക്കൊരു തീർത്ഥയാത്ര, മണികണ്ഠ മാമലയിൽ ഞാനെത്തി. ഗണനാഥനെ കണ്ടു വണങ്ങി ഒരു കൊട്ട തേങ്ങയുടച്ച്, വഴികാട്ടി ഗണനാഥൻ മണിമാമലയിൽ. എന്നെ ഹരിസുതനാം ശിവശങ്കരപുത്ര. ചാലക്കുടി തീരം പാടും ആ ഗാനം ഞാനും പാടും, ഓളങ്ങൾ സ്തുതിമീട്ടുമ്പോൾ പമ്പ പാടുന്നേ. ചാലക്കുടി തീരം പാടും ആ ഗാനം ഞാനും പാടും, ഓളങ്ങൾ സ്തുതിമീട്ടുമ്പോൾ പമ്പ പാടുന്നേ. പമ്പയ്ക്കൊരു പൊന്മകനാം മണികണ്ഠ നിന്നെ കാണാനായി ഞാൻ ചാലക്കുടിയാറിൽ കടന്നു വരുന്നുണ്ടേ. ഞാൻ മണിനാഥം കുടുക്കുകൊട്ടി പാടി വരുന്നുണ്ടേ. മനസ്സിന്റെ മണിച്ചെപ്പിലൻ മകരക്കുളിരായി മാറാനായി ഞാൻ ശരണാക്ഷര മന്ത്രം പാടി വരുന്നുണ്ടേ. ഞങ്ങൾ ശരണാക്ഷര മന്ത്രം പാടി വരുന്നുണ്ടേ. അതിനകത്ത് അയ്യപ്പ ഭക്തിയാണെങ്കിലും ചാലക്കുടി വന്നില്ലേ? അത് നമ്മള് ചാലക്കുടിക്കാരനാണ്. ഇത് എഴുതിയത് ശൈലേന്ദ്രൻ. ഓർക്കസ്ട്രേഷനും പാടിയല്ലോ നമ്മൾ തന്നെ. ചാലക്കുടി പുഴയ്ക്ക് വലിയൊരു സംസ്കാരം ഉണ്ടല്ലേ? അതെന്താ ഒരുപാട് ഇതെങ്ങനെയാ നമ്മൾ സാധാരണ ഇപ്പം പാട്ടുകളിൽ ഇപ്പം ശ്രുതി ഉണ്ട്. ശ്രുതി എന്ന് പറയുമ്പോൾ അറിയാലോ, ഇപ്പം മന്ത്രങ്ങളൊക്കെ വെച്ചിട്ടുള്ള ഒരു ഇതുണ്ട്. ഇപ്പം മറ്റേ MG സാറിന്റെ സാമവേദം നാവിലുണർത്തിയ സ്വാമിയേ എന്നെ സ്വരപൂജ പോയി മലരാക്കി തീർക്കാൻ, അതിലൊക്കെ ഒരു മന്ത്രങ്ങളുണ്ട് അതിനകത്ത്. ചില ഞാൻ ഇപ്പം ഇതിനകത്ത് ചെയ്ത് കഴിഞ്ഞപ്പം കുറച്ച് ആൾക്കാർക്ക് പെട്ടെന്ന് മനസ്സിലാവണമെങ്കിൽ ഞാൻ മലയ്ക്ക് പോകുന്ന ഒരു, അല്ലെങ്കിൽ ചാലക്കുടിയിലുള്ള ആളുകൾ മലയ്ക്ക് പോകുമ്പോൾ അങ്ങനെ ഒരു ഇതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പൊ ചില നമ്മളിപ്പോ അങ്ങനെ കടന്ന് ചെല്ലുന്നു, അയ്യനെ കാണും, നമ്മൾക്ക് ഇഷ്ടമുള്ള വാക്കുകളിലൂടെ നമ്മൾ അയ്യനെ വർണ്ണിക്കുന്നു. അങ്ങനെയാണ് ഈ പാട്ട്. നമുക്ക് മണിച്ചേട്ടന്റെ ഏറ്റവും വലിയ പ്രത്യേകത നാടിനെ വിട്ടൊരു കളിയില്ലായിരുന്നല്ലോ. നാടിന്റെ ഒരു ഹൃദയമായിരുന്നു. ഒരുപാട് പാട്ടുകൾ ചാലക്കുടി എന്നുള്ള പേര്. പിന്നെ ആ ചാലക്കുടി വെച്ചൊരു ചാലക്കുടി എന്ന നാടിന്റെ പേരാണ്, ചേലും വെടുപ്പുള്ള നാടാണ്. ചാലക്കുടി വഴി പോകുന്നവരെല്ലാം കുടിച്ചാലും വേറൊക്കെ ചാലക്കുടി. കല്യാണം കൂടാൻ വരുന്നവർക്കെല്ലാം ചാലക്കുടിന്ന് കുടിക്കണമെന്ന്. പാതിരാ നേരത്ത് അപ്പൊ കുടിയാണ് അതിനകത്ത്. കുടി മൊത്തം കുടിയാ. എനിക്ക് തോന്നുന്നു ആ സമയത്ത് ഈ ന്യൂസുകളിലൊക്കെ പ്രത്യേകം ഹൈലൈറ്റ് ചെയ്ത ന്യൂസ് ആയിരുന്നു. കരുനാഗപ്പള്ളിയായിരുന്നു ഏറ്റവും കൂടുതൽ ഓവർ. അപ്പൊ ചാലക്കുടിക്കാര് കരുനാഗപ്പള്ളിക്കാരെ കടത്തി വിട്ടി. അപ്പൊ അത് മാത്രല്ല, ചാലക്കുടി ഇപ്പൊ ഒന്നുണ്ട് കേൾക്കണം മോളെ,
ചാലക്കുടിയാറിൻ കരയിൽ ഓലമെഞ്ഞ വള്ളിക്കുടിലിൽ സ്നേഹം മാറി തന്നൊരു വച്ചൻ ഒന്നുണ്ട് കേൾക്കണം മോളെ. ചാലക്കുടിയാറിൻ കരയിൽ ഓലമെഞ്ഞ വള്ളിക്കുടിലിൽ സ്നേഹം മാറി തന്നൊരു വച്ചൻ. ഈരടികൾ ഈണമുടെ പാടിടുന്നു പൊന്നച്ചൻ. ഈരടികൾ ഈണമുടെ പാടിടുന്നു പൊന്നച്ചൻ. ഒട്ടിയ വയറു വലിച്ചു കെട്ടി ഒറ്റക്കാലിൽ ചക്രം ചവിട്ടി പാടത്തേക്ക് വെള്ളം തേകി നട്ടാനാറ് പൊന്നാക്കുന്നു. ഉത്തരി ചെമ്പാവിൻ പാടങ്ങളിൽ മുഴങ്ങിടുന്നു നാടൻ പാട്ടുകൾ. ഈരടികൾ ഈണമുടെ പാടിടുന്നു പൊന്നച്ചൻ. കടലിൽ ചാലക്കുടി ഉണ്ട്, നല്ല ചാലക്കുടി ഉണ്ട്. ചാലക്കുടി ചന്തയ്ക്ക് പോകുമ്പോ പിന്നെ ചാലക്കുടി കാരന്റെ ചങ്കില് സങ്കടം കേട്ട പാട്ടിലുണ്ട്. ചാലക്കുടി ചന്തയ്ക്ക് പോകുമ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരു സമയത്ത് ഏറ്റവും കൂടുതൽ ഹിറ്റായ പാട്ടല്ലേ. ഒരു സമയം എന്ന് പറയാൻ ഇപ്പൊ ഞാനിപ്പോ സ്റ്റേജിൽ ചെയ്യുന്ന ഒരു പരിപാടി ഉണ്ട്. അതായത് ഇപ്പൊ എന്റെ ഇപ്പോഴും ഒരു അപ്ഡേഷൻ വേണമല്ലോ, ഒരു പാട്ട് പാടാണെങ്കിൽ എന്തെങ്കിലും ഒരു അപ്ഡേഷൻ വേണമല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ സ്റ്റേജിൽ പെർഫോം ചെയ്യുമ്പോൾ ഓഡിയൻസിന്റെ അടുത്തേക്ക് ചോദിക്കും. അതായത് ഇപ്പോൾ ഏത് പാട്ടാണെന്ന് ചോദിക്കും. അപ്പൊ അവര് അവിടുന്ന് ഒത്തിരി ഹിറ്റായിട്ടുള്ള കുറച്ച് മണിച്ചേട്ടൻ്റെ തന്നെ സോങ്സുകൾ പറയും. അപ്പം എന്നാൽ നിങ്ങളത് പാടുമെന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഓരോ പാട്ടും ഇപ്പം ഞാനിപ്പോൾ സ്റ്റേജിൽ നിന്നിട്ട് ഞാൻ ഏത് പാട്ടാ നോക്കും. അപ്പം അവിടെ നിന്ന് ഒരു കണ്ണിമാങ്ങ എന്ന് പറയും. അപ്പം ഞാൻ കണ്ണിമാങ്ങ പ്രായത്തിൽ നിന്നെ ഞാൻ കണ്ടപ്പോൾ അടുത്ത വരി ഓഡിയൻസിന് കൊടുക്കും. അപ്പൊ അവര് മാമ്പഴം വാങ്ങട്ടെ. അത് കഴിഞ്ഞിട്ട് അപ്പൊ തന്നെ വരുത്തന്റെ ഒപ്പം മുളിച്ച് ചാടിയ തങ്കമ്മേ. അപ്പൊ അടുത്ത ആള് അതിന്റെ അടുത്ത വരി. അങ്ങനെ ഒരു 10ഓളം പാട്ടുകൾ ഇങ്ങനെ ഇവരെ കൊണ്ട് ഇങ്ങനെ പാടിപ്പിക്കും ഞാൻ. അതായത് പ്രോഗ്രാം ഇന്ററാക്ട് ചെയ്യാം. അത് പാടിക്കൊണ്ടല്ല, ഇങ്ങനെ തന്നെ നമ്മളിപ്പോ ഇങ്ങനെ ഇരുന്ന് ചെയ്യുന്നില്ലേ അതുപോലെ തന്നെ പാടിപ്പിക്കും. അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് ഈ പാട്ടുകളുടെ എല്ലാ വരികളുടെയും അടുത്ത വരി അല്ലെങ്കിൽ അനുപല്ലവി പല്ലവി പാടിയ അനുപല്ലവി അവരെ മനസ്സിലുണ്ട് ഓൾറെഡി. അല്ല, സ്റ്റേജില് പോണ എല്ലാ കലാകാരന്മാരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമല്ലേ, ഓഡിയൻസ് സ്റ്റഡീഡ് ആണ്. അതെ, അവർ പഠിക്കുന്നുണ്ട് ശരിക്കും. സ്റ്റേജിലേക്കാളും വലിയ കലാകാരന്മാർ സദസ്സിലുണ്ടാവും, പുറത്തുണ്ടാവും. ഇപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം പാടിയിട്ട് ഒരു പാട്ട് പാടിയിട്ട് അത് ഒരു കമന്റ് വന്നതാ, ദൈവത്തിനെ കുറിച്ച് ഇങ്ങനെയൊന്നും പറയാൻ പാടില്ലാന്ന്. ദൈവത്തിനെ കുറിച്ച് ഇപ്പൊ ഞാനൊരു പാട്ട് പാടിയപ്പോ ദൈവത്തിനെ കുറിച്ചിട്ട് ഞാനത് അത് പാടിയതെന്ന് വെച്ചാല് ഈ ഒരു പാരഡി കാസറ്റിന്ന് കേട്ടതാ. അത് കഴിഞ്ഞപ്പോൾ എനിക്കത് എല്ലാവരും ഹയറപ്പ് പാടുന്ന കേട്ടപ്പോൾ ഞാൻ ഈ ചെയിൻ സോങ്ങിൽ മറ്റേ ആ പാട്ടാണ്. അപ്പൊ ആ പാട്ട് കേട്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് ഇത് ഓർമ്മ വന്നു. അപ്പൊ ഞാനിത് പാടി. അതെന്താ കാര്യം? അത് ദൈവത്തിന്റെ പാട്ട് പാടി എന്ന് പറഞ്ഞിട്ട് അത് ദൈവത്തിന് അങ്ങനെയൊന്നും ചെയ്യരുത്, ദൈവത്തിന്റെ പാട്ട് അങ്ങനെയൊക്കെ അങ്ങനെ പാടാം അങ്ങനെ എന്നോട് ചോദിച്ചിട്ടുണ്ട്. പാട്ട് വേറൊന്നല്ല, ഈ ഹയറപ്പ് പാട്ടില്ലേ ചട്ടുത്തിന്നെ ചടുത്തിക്കച്ച് അതാണല്ലോ. അപ്പൊ അതിങ്ങനെ പാടിക്കൊണ്ടിരിക്കുക ശരി. അപ്പൊ ഞാനിപ്പോ ഒരു പാരഡി പണ്ട് എങ്ങനെയോ കേട്ടൊരു പാരഡിക്ക് ഓർമ്മ വന്നു. അപ്പൊ നമ്മൊരു രസാവല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ കൂടെ ചെത്തി മന്ദാരം തുളസി പിച്ചകമലകൾ ചടത്തി ഗുരുവായൂരപ്പ നിന്നെ കണി കാണണം മോളെ പറ. അപ്പൊ ഇവര് കേട്ടിപ്പോ അമ്പലം അതാണെങ്കിൽ ഇതാരും പാടിയിട്ടില്ല, കൃഷ്ണന്റെ അമ്പലമായിരുന്നു. കൃഷ്ണൻ എന്താ ചെയ്യാൻ പറ്റാ, അവര് വന്നിട്ട് കമ്മിറ്റിക്കാര് ബാക്കിൽ വന്നിട്ട് അത് ശരിയൊന്നല്ല അല്ല സ്റ്റേജിലേക്ക് വന്നില്ല, ബാക്കിലേക്ക് വന്നിട്ട് ഇങ്ങനെ പറഞ്ഞു. അങ്ങനെ അപ്പൊ ഞാൻ പറഞ്ഞു എന്തായാലും വരി മാത്രല്ലേ, വരി സെയിം വരി ഒന്നും നമ്മൾ മറ്റേ ട്യൂൺ മാറ്റി. മറ്റേ ഒറിജിനല് ചെത്തി മന്ദാരം തുളസി പിച്ചകമ അങ്ങനെയാണല്ലോ. ഇത് പാടിപ്പോ ചെത്തി അത് അച്ചടി വേണം കിച്ചടി വേണം ഹയറപ്പ അതാണ്. അച്ചടി വേണം കിച്ചടി വേണം കാളം വേണം കൂട്ടം വേണം മോരും വേണം വെക്കം വേണം ചെത്തി മന്ദാരം. ഇനിയിപ്പോ ഇത് പാടി പിന്നെ അടിയിൽ കമന്റ്സ് വരും. പിന്നെ പാടിയിട്ടില്ലത് അത് അത് ഇതൊരു എന്താ പറയാ, ദൈവത്തിന് ഏറ്റവും കൂടുതലും ഇപ്പൊ ഞാൻ ഒരാൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഈ ആകാശത്തിൽ ദൈവത്തിന് പ്രിയപ്പെട്ടവര് മാലാകമാരാണെങ്കിൽ ഭൂമിയിലെ മാലാകമാരാണ് കലാകാരന്മാര് എന്ന് കേട്ടിട്ടുണ്ട് ഞാൻ. അപ്പൊ നമ്മള് അതിനകത്തൊരു ചിരിയും വന്നിട്ടുണ്ടെങ്കിൽ അത് എന്റർടൈൻമെന്റ് അല്ലേ. അല്ല, നമ്മളൊന്നും ഒരിക്കലും പർപ്പസ്ലി ദൈവത്തിനെ കളിയാക്കാനോ വിശ്വാസികളെ കളിയാക്കാനോ ഒരിക്കലും പോകില്ല. അപ്പൊ ഞാനാണെങ്കിൽ എന്റെ ചെറുപ്പത്തിലൊക്കെ എന്തോരോ പാട്ടുകൾ അമ്പലത്തിൽ പോയിട്ടൊക്കെ, ഞങ്ങളുടെ അവിടെ ഒരു അമ്പലമുണ്ട്, അപ്പോൾ ആ കലയിടം എന്ന് പറഞ്ഞിട്ട് ആദ്യം എവിടെയായിരുന്നു, പിന്നെ
പിന്നെ പിന്നെ വീടൊക്കെ മാറിക്കഴിഞ്ഞപ്പോൾ വേറെ ഏരിയയിലേക്ക് പോയി. അന്നൊക്കെ അവിടെ ചെറുപ്പത്തിൽ 4ാം ക്ലാസ് 5ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയം നമ്മള് ചിന്ത് പാട്ടുകൾ മൈക്കിൽ കൂടിയൊക്കെ പാട്ടുകൾ കേട്ടോണ്ടിരിക്കല്ലേ ഭക്തിഗാനം. പിന്നെ ചെന്താമര പൂവിലുദിച്ചവളെ പൊന്നിൻ മണി വീണ പിടിച്ചവളെ നാവിൽ വന്നക്ഷരം തന്നവളെ നാരായണി നീ വരിക നാദം നുകരാൻ തരിക ചെന്താമര പൂവിലുദിച്ചവളെ ഈ പാട്ട്. പിന്നെ അതുപോലെ കുമ്മി പാട്ടുകളല്ലേ, കുമ്മി ചിന്ത് പാട്ടുകൾ, അങ്ങനെ കുറെ പാട്ടുകൾ നമ്മളവിടെ അന്ന്. ഈ ചിന്തുപാട്ട് കുമ്മിപ്പാട്ടൊക്കെ ശരിക്കും ഒരു നാടൻ പാട്ട് തന്നെയാണ്, അതിന്റെ കണ്ടന്റ് ഭക്തിയാന്ന് മാത്രമേ ഉള്ളൂ. അതൊരു വ്യത്യാസം വരണം. അപ്പൊ ഉദാഹരണം ഇപ്പൊ നമ്മളിപ്പോ കൊടുങ്ങല്ലൂര് പാട്ടില് എല്ലാത്തിലും ഒരു തന്നാരം ഉണ്ടാവും. താനാരോ തന്നാരോ തക താനാരോ തന്നാരോ കൊടുങ്ങല്ലൂർ അമ്മക്ക് തോരണം വെക്കണം കൊടിമരം തൂക്കണം തിരുനടയിൽ നേരാണ് ഇത് നേരാണ് നേരല്ലാതെ അമ്മക്ക് കാര്യമില്ല തന്നാരം പാടണം തന്നാരം പാടണം തന്നാരം പാടും മതിക്കരുത് താനാരോ തന്നാരോ തക താനാരോ തന്നാരോ അല്ലെ. ഈ താനാരോ എന്നുള്ളത് വായ്ത്താരിയാ. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു വന്നത് നാടൻ പാട്ടുകളിൽ വായ്ത്താരി കൂടുതലായിരിക്കും. ഇപ്പോഴത്തെ പാട്ടുകളിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാടൻ പാട്ടുകൾ കേൾക്കാതിരിക്കുമ്പോൾ റിപ്പീറ്റേഷൻ ആൾക്കാർക്ക് ആസ്വദിക്കാൻ കൂടുതൽ. അതാണ് അപ്പൊ മണിച്ചേട്ടന്റെ പാട്ടിൽ നോക്കിയാൽ അറിയാം. ഇപ്പൊ അതാണ് ആ പാട്ടിൽ നിന്ന് വ്യത്യാസം വന്നത്. ഈ ഇപ്പോ നാടൻ പാട്ടുകളിൽ ഇപ്പം നമ്മളിപ്പോ സ്റ്റേജില് പ്രത്യേകിച്ചൊക്കെ പാടുന്ന പാട്ട് കേട്ടത് ഞാൻ. പണ്ട് പരമേശൻ പാർവതീയ ഭുവൻ കൈലാസവൻ നീത തന്മുകളിൽ തന്നാനെ നാനാനെ തന്നാനെ നാനാനെ തന്നാൻ അങ്ങനത്തെ കുറെ വായ്ത്താരുണ്ടായിരുന്നു. പക്ഷെ ഈ ഇങ്ങനെ വരുമ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ കണ്ണിമാങ്ങ പ്രായത്തിലൊക്കെ ഇപ്പം നമ്മൾ പാടാന്നിരിക്കും സ്റ്റേജിൽ. അപ്പം ഞാനൊരു കണ്ണിമാങ്ങ പ്രായത്തിൽ നിന്നെ കണ്ടപ്പോൾ മമ്പഴമാകട്ടെ എൻ്റെ പുന്നാരെ മമ്പഴമാകട്ടെ എന്നാണ് വരി. അപ്പം നമ്മളത് പാടുമ്പോൾ അത് തന്നെ പിന്നീട് റിപ്പീറ്റേഷൻ കിട്ടി കഴിഞ്ഞാൽ അതിനൊരു ലാഗ് അത്ര വലിയ കാലഘട്ടത്തിന്റെ സ്വഭാവം മാറിപ്പോയി. ഇപ്പൊ എല്ലാ കാലഘട്ടത്തിന്റെ സ്വഭാവം ഒറ്റ പേരുള്ള സ്കിപ്പ് ചെയ്യുക. അതാണ് ഇപ്പൊ ഒരു യൂട്യൂബ് കണ്ടന്റ് വന്നാലും ഒരു വീഡിയോ കണ്ടാലും സ്കിപ്പ് ചെയ്യുക, പെട്ടെന്ന് പോകണം. അങ്ങനെ പെട്ടെന്ന് ഒരുപാട് സമയം എടുത്ത് ആസ്വദിക്കാനുള്ള ഒരു മാനസികാവസ്ഥയല്ല മുമ്പത്തെ പ്രാവശ്യം അവരിരുന്ന് കാണും. ഇപ്പോഴത്തെ ആൾക്കാർക്ക് പടപടപട അതും മൈക്ക് സെക്ഷൻ 10 മണിയാകുമ്പോൾ ഓഫ് ചെയ്യും. ശരിയാ. അപ്പൊ പോലീസ് അപ്പൊ പിന്നെ നമുക്ക് ഒരുപാട് സമയമില്ല. ഇപ്പൊ വേഗം ഇത് ഗംഭീരാക്കി കൊടുക്കാന്നുള്ളത്. പണ്ടൊക്കെ 10 മണിക്ക് തുടങ്ങണ പരിപാടി. 10 മണിക്ക് പറഞ്ഞാൽ ഞാൻ കണ്ണൂരും കോഴിക്കോടൊക്കെ പോരാനും പോണ സമയത്ത് ഏകദേശം കഴിയുമ്പോൾ 2:30-3 മണിയാണ്. ഒരു 4 മണി സമയത്തൊക്കെ ചെയിൻ സോങ്ങിന്റെ സമയമാവാനേക്കാളും മുമ്പേ അപ്പുറത്തെ വീട്ടിലെ ആൾക്കാരൊക്കെ പല്ലൊക്കെ തച്ചിട്ട് ചെയിൻ സോങ് ആയോ അങ്ങനെ കണ്ടിട്ടുണ്ട്. അല്ല ഇപ്പൊ ഈ ടൈം ലിമിറ്റ് വലിയൊരു പ്രശ്നം കൂടിയാണല്ലേ. അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം ക്ഷേത്ര ചടങ്ങുകളെ കഴിയുമ്പോൾ 7 മണി 8 മണിയൊക്കെ ആവും. ആസ്വാദനത്തിന് ഒരു സമയമുണ്ട്. ഇപ്പൊ ഒരാള് പെട്ടെന്ന് നമ്മുടെ സാഹചര്യമാണ് നമ്മളെ ആസ്വാദനത്തിന്. അതായത് നമ്മളിപ്പോ പെട്ടെന്ന് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു ഭയങ്കര വേറൊരു മൂഡിലിരിക്കുന്ന സമയത്ത് ചിലപ്പോൾ ഒരു പാട്ട് കേൾപ്പിക്കാൻ ആരെങ്കിലും കൊണ്ടുവന്നാലോ പാട്ട് കേൾക്കാൻ നമുക്ക് തോന്നില്ല. അതിന് വേണ്ടി സമയം കണ്ടെത്തിയിട്ടാണ് ഓഡിയൻസ് വന്നിരിക്കുന്നത്. ഒരു 2.5 മണി ആ ഇരിക്കുന്ന ഓഡിയൻസിൽ പലിശയ്ക്ക് കാശ് കൊടുക്കാനുള്ളവരുണ്ടാവും, അല്ലെങ്കിൽ നിരന്തരം പ്രശ്നങ്ങളുള്ള ആൾക്കാരുണ്ടാവും, അവരുണ്ടാവും, ഇവരുണ്ടാവും. ഒരു 100,000 പ്രശ്നങ്ങളുള്ള ആൾക്കാരുണ്ടാവും. അവരെല്ലാവരും 2.5-3 മണിക്കൂർ ഇതൊക്കെ മറക്കാനാണ് വന്നിരിക്കുന്നത്. അത് നമ്മൾക്ക് ഇപ്പൊ ഒരു ആസ്വാദനത്തിന്റെ ഇപ്പൊ അതിലൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. കാരണം ഗവൺമെന്റ് ചില സ്ഥലങ്ങളിലൊക്കെ സ്പെഷ്യൽ പെർമിഷൻ ഒക്കെ എടുത്ത് ചില സ്ഥലങ്ങളിൽ ഭയങ്കര ഇതിപ്പോ ആരോ പറഞ്ഞ പോലെ എൻ്റെ വീടിൻ്റെ അടുത്തൊരു ചേട്ടൻ പറഞ്ഞതാ. ആള് കുറച്ച് നാടൻപാട്ട് പ്രേമിയാണ്. അപ്പോൾ ആള് പ്രോഗ്രാം ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അടിപൊളി നാടൻപാട്ടിൻ്റെ ടീമാണ് വന്ന് പാടണത്. അപ്പം ഇങ്ങനെ കേട്ട് ഇങ്ങനെ ആൾ ആസ്വദിച്ചിരിക്കണം. കറക്റ്റ് അത്രയും നേരം ഇങ്ങനെ കുന്തുകാലും ഇരുന്ന് കണ്ടു അയാൾ അവിടെ നിന്ന് ഇങ്ങനെ ജോലടിച്ച് ഇങ്ങനെ ഡാൻസ് കളിക്കാൻ റെഡി ആയപ്പോഴേക്കും മൈക്ക് സെഷൻ അപ്പൊ ആളെ പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ 11 മണി വരെയൊക്കെ ബാറ് വർക്ക് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. 11 മണി വരെ അതിനുള്ളിൽ ഈ പരിപാടി അതിൻ്റെ അകത്തും പാടാം. അവിടെ ഈ പ്രശ്നമൊന്നുമില്ല. കാരണം വെച്ചാൽ അവിടെ 11 മണി വരെ ഉണ്ടല്ലോ. അപ്പൊ അതിന് കുഴപ്പമില്ല. ഈ 10 മണിക്ക് മുമ്പ് പരിപാടി അവസാനിപ്പിക്കുന്നത്. ഇപ്പൊ എന്നാൾ വേറൊരു കുട്ടിയുടെ വയലിൻ ഒരു പരിപാടി, ഗംഗയുടെ പരിപാടി. അതെ എന്തൊക്കെ 10 തൊട്ട് 11 മണി വരെ കുറച്ച് കാശ് കൂടുതൽ വന്ന സമയമായിരിക്കുള്ളൂ. അപ്പൊ അങ്ങനെ അത് ശരിയാണ്ടായി. ശരിക്കും പറഞ്ഞ ഒരു 11 മണി വരെ സമയം കൊടുക്കാം. 11 മണിയൊന്നും ഇപ്പൊ പാതിരാത്രി അല്ലല്ലോ. അല്ല ഇതിപ്പോ അങ്ങനെ വരാണെന്നുണ്ടെങ്കിൽ കലാകാരന്മാർക്കും ഒരു പൂർണ്ണത കിട്ടും. കാരണം വെച്ചാല്
ഞാൻ എന്നെ കുറിച്ച് പറയാം. എനിക്ക് സാമ്പത്തികം കാശില്ലാണ്ട് ജീവിക്കാൻ പറ്റില്ലല്ലോ. പക്ഷെ മേടിക്കുന്ന പൈസേനേക്കാൾ ഉപരി എൻ്റെ ഒരു തൃപ്തി എനിക്ക് വരുന്നത് എല്ലാവരും ഹാപ്പിയായി ഫുൾ തൃപ്തി, അവര് സാറ്റിസ്ഫൈഡ് ആയെന്ന് കാണുമ്പോൾ വരുമ്പോഴുള്ള സന്തോഷം ആണ് എൻ്റെ. അല്ല, നമ്മൾ പെർഫോം ചെയ്യുമ്പോൾ മുമ്പിലുള്ളവരുടെ ഒരു ഫേസിൽ നോക്കുമ്പോൾ നമുക്കറിയാം സാറ്റിസ്ഫൈഡ് ആയോ ഇല്ലയോ എന്നുള്ളത്. അല്ലെ, അവര് തൃപ്തി ആയിക്കണേ നമുക്ക് തൃപ്തിയായി. കറക്റ്റാണ്. അപ്പൊ അങ്ങനെ ചിന്തിക്കാം, അങ്ങനെ ചിന്തിക്കണം. എല്ലാ കലാകാരന്മാരും അങ്ങനെ ചിന്തിക്കണം. എല്ലാവരും ചിന്തിക്കണമെന്ന് അറിയാൻ പാടില്ല എങ്കിലും ഈ മിന്നാമിനിങ് ശരിക്കും അല്ലേ വല്ലാതെ ടച്ച് ചെയ്യും. മണിച്ചേട്ടന്റെ വിയോഗത്തിന് ശേഷം ഏറ്റവും കൂടുതൽ ടച്ച് ചെയ്തൊരു ശരിക്കും മണിച്ചേട്ടന്റെ വിയോഗത്തിന് ശേഷം മണിച്ചേട്ടൻ നമുക്ക് എല്ലാവർക്കും ചില ഓൺലൈൻ മീഡിയക്കാര് ചില ആളുകൾക്ക് വിചാരം ഈ നേരെ പടിഞ്ഞാറ് സൂര്യൻ എന്ന് പറഞ്ഞൊരു പാട്ടുണ്ട്, അത് ഏറ്റവും അവസാനം പാടിയ പാട്ടാന്നാ. അതൊക്കെ ഈ 2008 ഇറങ്ങിയ പാട്ടാണ്, അന്നേയുള്ള പാട്ടാ അത്. പിന്നെ 2016 മണിച്ചേട്ടൻ പോയത്, മരിച്ചത്. അത് കഴിഞ്ഞ് പിന്നെ നോക്കുമ്പോ മണിച്ചേട്ടൻ അവസാനം പാടിയ പാട്ട്, മണിച്ചേട്ടൻ അവസാനം പാടിയ പാട്ട് ആൽബം ഏതാന്ന് ഞാനിത് റിസർച്ച് നടത്തുന്ന ആളാണ്, നമുക്ക് കൃത്യമായിട്ട് അറിയാം. ഇത് ആർക്കോ തോന്നി, അത് കുറെ പേരെ ഏറ്റുപിടിച്ചു. അതെ അതെ. പിന്നെ അങ്ങനെ മിന്നാമിനിങ് എന്ന് പറഞ്ഞ പാട്ട് വേദികളിൽ ഒരുപാട് മണിച്ചേട്ടൻ ഉണ്ടായിരുന്നപ്പോഴും പാടിയിട്ടുണ്ട്. അതെ, പിന്നെ മണിച്ചേട്ടന്റെ കൂടെ പെർഫോം ചെയ്യുമ്പോഴും പാടിയിട്ടുണ്ട്. ഒരു വല്ലാത്ത മെലഡി അതിന്റെ. അത് ചന്ദ്രൻ പെരുവല്ലൂർ എന്ന് പറഞ്ഞ ഒരാളുണ്ട്, പിന്നെ ബാബു തൃപ്പൂണിത്തറ എന്ന് പറഞ്ഞ, അങ്ങനെ 2 പേരിലൂടെയാണ് ആ പാട്ട് എൻ്റെ ഒരു ഉദയം. എൻ്റെ അറിവ് കിട്ടാം, എൻ്റെ അടുത്ത് ഞാൻ അങ്ങനെ കേട്ടിരിക്കുന്നത്. ഞാൻ ഇപ്പോൾ എൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് ഇപ്പം എൻ്റെ കുറേ ആൽബങ്ങൾ പുതിയത് ഇറങ്ങിയിട്ടുണ്ട്, എൻ്റെ സ്വന്തം പാട്ടുകൾ. ഞാൻ സംഗീതം ചെയ്ത്, ഞാൻ മ്യൂസിക് ചെയ്ത്, ഞാൻ ഓർക്കസ്ട്രേഷൻ ചെയ്ത് പാടുന്ന പാട്ടുകൾ. അതിലിപ്പോൾ ഏകദേശം ഒരു 40-40ഓളം പാട്ടുകൾ ഞാൻ സംഗീതം ചെയ്തിട്ടുണ്ട്. പിന്നെ ഓർക്കസ്ട്രേഷൻ ഒരു 10-35ഓളം പാട്ട് ഓർക്കസ്ട്രേഷൻ ചെയ്തിട്ടുണ്ട്. പാടിയേക്കണത് തന്നെ ഒരു 10-25-30 മേലെ തന്നെ പാട്ടുകൾ പാടിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഒക്കെ നമ്മൾ ഇത്രയും ഇതിലേക്ക് കൊണ്ടെത്തിച്ചത് നമ്മുടെ പാഷനാണ്. എനിക്ക് ഇൻസ്ട്രുമെന്റ്സിനോടൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പ്രോഗ്രാമിന് ചെല്ലുമ്പോൾ നമ്മൾ പാട്ട് മാത്രമല്ല, 1 മണിക്കൂർ മുൻപേ എത്തും. അവിടെ പോയി ചോദിക്കും, ഇത് ചേട്ടാ എന്നിട്ട് ഇത് എന്നിട്ട് അങ്ങനെയാണ്. ഈ ചേട്ടൻ ഇപ്പൊ പറഞ്ഞ പോലെ പിച്ച് എന്നിട്ടാ നമുക്കിത് അറിയില്ല, നമ്മൾ പാടുന്നു മാത്രമേ ഉള്ളൂ. അല്ലാതെ ഒരാളിപ്പോ എനിക്ക് ഇങ്ങനെ ഒന്ന് പാടൂ എന്ന് പറഞ്ഞാൽ പാടാൻ പറ്റും. അല്ലാതെ നമുക്ക് ഈ ഏല് പാടും പീല് പാടും എന്നൊക്കെ പറഞ്ഞാൽ അറിയില്ല നമുക്ക്. അങ്ങനെ അത് കുറച്ചൊക്കെ ക്രൈസായി നമുക്ക്. ഓർക്കസ്ട്രക്കാരായിട്ടുള്ള സമ്പർക്കം കൂടുമ്പോൾ അത് നമ്മളത് ബാലൻസ് ആയിട്ട് വരും. എൻ്റെ ഇപ്പൊ ഇറങ്ങിയ പാട്ടില് അതിപ്പോ ഇങ്ങനെ റീച്ച് ആയിട്ട് വരണുള്ളൂ, ആൾക്കാരിലേക്ക് എത്തണമല്ലോ. അപ്പൊ അതിനകത്ത് ഇപ്പൊ എൻ്റെ ഒരു എന്തൊരു തന്ത്രം എന്ന് പറഞ്ഞൊരു ആൽബം ഉണ്ട്, വെബ് സീരിയല്. അതില് ഒരു 10 മിനിറ്റിന്റെ താഴെയായിട്ടൊരു നോൺ സ്റ്റോപ്പ് ചെയിൻ സോങ്, കുറെ ഒരുപാട് സ്ഥലങ്ങളിൽ വിട്ട് അബദ്ധങ്ങൾ പറ്റുന്ന ഒരാള്. അപ്പൊ അങ്ങനെയുള്ള പല ആൾക്കാരും നമ്മുടെ ചുറ്റിലുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ പറ്റിയിട്ടൊരു സാധനം. നമ്മുടെ സ്വന്തം അനുഭവം ഒന്നും അല്ലല്ലേ, അബദ്ധങ്ങൾ പറ്റാറുള്ള നമുക്ക് പറ്റില്ല. അബദ്ധത്തിൽ കൂടിയല്ലേ പോയിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും. അപ്പൊ നമ്മള് സംസാരിക്കണ വലിയൊരു അബദ്ധം തുടരാൻ കുറച്ച് സമയം. അപ്പോ അതിനകത്ത് ആദ്യം ഇറക്കിയത് എന്ന് വെച്ച് കഴിഞ്ഞാല് കൂടപ്പുഴ കാവടിക്ക് ആട്ടം കാണാൻ പോയ നേരം ആലവട്ടം പോലെയാടും പെണ്ണിനെ കണ്ടേ, കൊരട്ടിപ്പള്ളി പെരുന്നാളിന് തിരക്ക് കൊണ്ട് ഞാൻ വലഞ്ഞ് നടക്കുന്നേരം വീണ്ടും അത പെണ്ണിനെ കണ്ടേ, കണ്ണമ്പുഴ അമ്പലത്തില് കഥന പൊട്ടും നേരത്തവൾ ചെവിയും മുട്ടി നിൽക്കുന്നതും ഞാനും കണ്ടേ, ചാലക്കുടി അമ്പിനവൾ 50 രൂപ നോട്ട് കൊണ്ട് കുപ്പിവള വാങ്ങുന്നതും ഞാനും കണ്ടേ, ആ പോരോട്ടെ പോരോട്ടെ ഞാൻ വിളിച്ച പോരോട്ടെ നീ ഏതാ കൊച്ചെറുക്ക പെറ്റ് വെച്ചത് കേട്ടാണ്, കണ്ണ് വച്ച പെണ്ണ് 7 പിള്ളേരെ തള്ളയാണെന്ന് അറിഞ്ഞില്ല, കള്ളൊന്നും വെക്കാതെ ഞാൻ വലഞ്ഞ വഴി കാമയ്ക്ക് പോലും അറിയില്ല, കാലം പോയ പോക്കില് ഞാൻ ഒടിയാണ് മലന്നും പകച്ച് കയറി കണ്ണൻകുഴിയിൽ ചെന്നിറങ്ങി, പോരോട്ടെ പോരോട്ടെ ഞാൻ വിളിച്ച പോരോട്ടെ നീ ഏതാ കൊച്ചെറുക്ക പെറ്റ് വെച്ചത് കേട്ടാണ്. ഇത് സ്വന്തം ട്യൂൺ, പുതിയ ആൽബം അല്ലേ? ഇത് അജി ടണ്ടോസാണ് ഇത് സംഗീതം ചെയ്തത്. എഴുതിയത് സോനു വിജയ, പാടിയത് ഞാൻ. എഴുതി കൈവച്ചിട്ടുണ്ടോ? ഞാൻ എഴുതിയൊരു പാട്ട് ആണ് അമ്മ. ഇപ്പൊ ഈ അടുത്തൊരു കുഞ്ഞിനെ കുറിച്ചിട്ട് ഒരു താരാട്ട് പാട്ട് ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നു. അത് ഇത്തിരി മെലഡി സോങ് ആണ്.
അടിച്ചുപൊളി ഒന്നല്ല. അങ്ങനെ ഞാൻ രാത്രിയിൽ ഇങ്ങനെ ഉറങ്ങാൻ കിടക്കണം, എനിക്കൊരു കണ്ടന്റ് കിട്ടി. എന്നാ കിട്ടി കഴിഞ്ഞപ്പോൾ അതിങ്ങനെ ഡെവലപ്പ് ചെയ്ത് ഒരു കഥയായി. പിന്നെ കഥ കഴിഞ്ഞാൽ പിന്നെ എനിക്ക് തോന്നി ഇത് ഷോർട്ട് ഫിലിമിന് പറ്റുന്ന കഥയല്ല, എന്നാൽ പിന്നെ അതൊരു പാട്ടിൻ്റെ രൂപത്തിലേക്ക് ചെയ്യാന്ന് വെച്ചിട്ട് അങ്ങനെ കിട്ടിയ വരികളാണ്. കുഞ്ചിക്കളിക്കണ കുഞ്ഞാവേ നിനക്കിങ്കു കുറുക്കി തരാട്ടോ, പല്ലില്ല വായിലെ വെള്ളമൊലിപ്പിച്ച് പഞ്ചര പുഞ്ചിരിയ കുറുമ്പൻ പഞ്ചര പുഞ്ചിരിയ. ആരിരോ പാടിയുറക്കണ നേരത്ത് കള്ളക്കണ്ണിട്ട് നോക്കും, കുഞ്ഞൻ കീരിപ്പല്ലൊന്ന് കാട്ടും. ആരിരാരോ ആരിരാരോ ആരീരാരീരാരീരാരോ. ഉണ്ണി പൊട്ടിക്കരയുമ്പോ തൊട്ടിലാട്ടിട്ട് ആരീരാരോ. ഏട്ടൻ പാല് കൊടുക്കുമ്പോ ഉണ്ണിയുടെ വീതം പണ കണ്ടാലോ. കിളിപ്പാവ കൊടുക്കുമ്പോ ഉണ്ണിക്ക് കണ്ണില് തന്തോയം വന്നേ. തലയാകെ കുലുക്കി ചിരിക്കണ ചുണ്ടിലവന്റെ കുറുമ്പു കണ്ടേ. ഇങ്ങനെ പാടിയെന്നുള്ളൂ. അത് ശരിക്കും അങ്ങനെയല്ല. കുഞ്ഞുങ്ങളെ പേര് ഇഷ്ടമല്ലേ? കുഞ്ഞുങ്ങളെ ഇഷ്ടമാണ്. വീട്ടിൽ ഒരുപാടുണ്ട്. എന്റെ അല്ലട്ടാ, എന്റെ ചേച്ചിയുടെ പിള്ളേരാ. മൂന്ന് പേർക്ക് 4 ഡസൻ പിള്ളേർ. കല്യാണം കഴിച്ചില്ലെന്ന് പറഞ്ഞതുകൊണ്ട് ആദ്യം കിടപ്പുണ്ട്. ചേച്ചി മറ്റേ സഹോദരന്മാരൊക്കെ എത്ര പേരുണ്ട് ഇപ്പൊ? മറ്റേ സഹോദരി സ്വന്തം സഹോദരി 1 2 3 പേര്. 3 പേർക്ക് കൊണ്ട് എത്ര മക്കളുണ്ട്? 6 മക്കളുണ്ട്. 6 മക്കൾ. അപ്പൊ സുന്ദര പുന്നായിരിക്കാലോ. പാടി ഉറക്കണ പ്രായം കഴിഞ്ഞാണ് അല്ലേ? മൂത്തേച്ചിയുടെ പിള്ളേർ +2 +1. നമ്മളെ ഉറക്കും പിന്നെ അവര് നമ്മളെ വേണേ ഉറക്കും. നമ്മളിപ്പോ ഒരാൾ കഴിഞ്ഞ് വന്നിട്ട് വന്ന് കിടക്കാൻ ഇവരെ പാട്ടായിരിക്കും. അതിൽ ചേച്ചിമാരില് 1-2 കുട്ടികളൊക്കെ നന്നായിട്ട് പാടുന്ന പിള്ളേരുണ്ട്. പിന്നെ ഡാൻസ് കളിക്കുന്നവരുണ്ട്. അങ്ങനെയൊക്കെ ഉണ്ട്. ഞാനൊന്ന് പുറകോട്ട് പോട്ടെ കുറച്ച്. ഏത് കലാകാരന്റെ ഒരു തുടക്കം സ്കൂൾ അല്ലേ? സ്കൂൾ ലെവല്, പിന്നെ നാട്ടിലെ കുറച്ച് ക്ലബ്ബുകള്, ഉത്സവ പറമ്പുകൾ, അങ്ങനെ ഒരു തുടക്കം ഇല്ലേ? പിന്നെ അതൊക്കെ സ്കൂളിലൊക്കെ എങ്ങനെയായിരുന്നു? സ്കൂളില് ഇപ്പൊ ചേട്ടൻ ഇപ്പൊ നമ്മളിപ്പോ വെറുതെ ഇരിക്കില്ലല്ലോ, വെറുതെ നമ്മളെന്തെങ്കിലുമൊക്കെ അങ്ങനെ. ഞാൻ എനിക്ക് ഈ കൊട്ടല് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഞാൻ ബെസ്കായാലും ബെസ്കല്ല ഡെസ്കും ഡെസ്ക് ആയാലും ബെഞ്ചായാലും കയ്യിൽ കിട്ടി നമ്മളിങ്ങനെ താളം പിടിക്കും. ശിങ്കാരിമേളം അതുപോലെ അങ്ങനെ കുറെ ഇതുണ്ടല്ലോ. ഇപ്പൊ ശിങ്കാരിമേളം തന്നെ നമ്മള് ഇപ്പൊ ഈ കസാരം ശിങ്കാരിമേളത്തിന്റെ ഒരു പാറ്റേൺ ഉണ്ടല്ലോ. നമുക്ക് ശിങ്കാരിമേളാന്ന് തോന്നിപ്പിക്കുന്ന അതിന്റെ ആവശ്യമില്ല. അതുകൊണ്ടാ അത് ഇത് ചൈന സെറ്റില് ശിങ്കാരിമേളം ചോദ്യം വേണ്ട.